എന്തൊരു ശാഖരയാണ് ഇപ്പൊ മീൻ കടലിൽ പിടിക്കണ മീനാ പറയണ്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലാണ്. എന്താ ഇഷ്ടംപോലെ ഇക്കാമാരും മാമാമാരും എല്ലാവരും ഉണ്ട്. മീൻ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടക്കാരാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മീനില്ല, വിഴിഞ്ഞത്ത് പോയി ഞാൻ തിരിച്ചാണ് വരുന്നത്. ഒരു വകയില്ല. ഈ മീനില്ലാത്ത സമയം മീൻ ഒത്തിരി പോലെ ഉള്ളപ്പോ നിങ്ങൾ പറയണത് ഭയങ്കര മീന് ശാഖരയാണ്. എന്തൊരു ശാഖരയാണ് ഇപ്പൊ മീൻ കടലിൽ പിടിക്കണ മീനാ പറയണ്. ഞങ്ങൾ ചത്തുപോകും. ആ കണ്ടെയ്നർ കയറി വന്നപ്പോ അവ സ്വർണവും പണങ്ങളാണ് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്നത്. അത് മറ്റേ ഇതല്ല വെച്ചിരിക്കുന്നത്. മീൻ മരിക്കാനില്ല. മീൻ തിന്ന് ഒരു മനുഷ്യരും മരിച്ചിട്ടില്ല. കടൽ മീൻ തിന്ന് ആരാണ് മരിച്ചത്? പൊതുവെ മീനിന്റെ ലഭ്യത ഇന്നലെയൊക്കെ മീനുണ്ടായിരുന്നോ? ഒരു വകകളും ഇല്ല. മീനില്ല. ഈ 2 ആഴ്ച കൊണ്ട് മീനില്ലാതെ ഞങ്ങൾ മീൻ വാങ്ങിച്ചു കൂട്ടാൻ മീനില്ല ഞങ്ങൾക്ക്. സർക്കാരിന്റെ ഒക്കെ എന്തെങ്കിലും സഹായം വല്ലതും കിട്ടുന്നുണ്ടോ? എന്താ സർക്കാർ തരുന്ന എല്ലാം. ആ സ്കൂട്ടറൊക്കെ കൊണ്ട് റെഡി ആയിരിക്കാനല്ലേ? എങ്ങോട്ട് പോവാ? മീനുണ്ടോ ഇപ്പൊ? മീനില്ല. 1.5 മാസമായിട്ട് മീനില്ല. എവിടെ നിന്നൊക്കെ സാധാരണ മീൻ എടുക്കണ? എവിടെ നിന്നൊക്കെയാ? അവിടെ പോകും. ഇന്നും പോരിടത്ത് മീനില്ല. ഇപ്പൊ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ എങ്ങനെ പോണു? വളരെ ബുദ്ധിമുട്ടാണല്ലേ? ഓക്കെ. ഈ എണ്ണം കഴിഞ്ഞു. അതിനുശേഷം നോക്കുമ്പോ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ കുറെ പേര് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും കുറെ പേര് നിൽപ്പുണ്ട്. ചുമ്മാ നിൽക്കുകയാണല്ലോ. മീൻ കച്ചവടത്തിനൊന്നും പോകുന്നില്ലേ? 1.5 മാസം കൊണ്ട് ഇവിടെ വെറുതെ നിൽക്കണം. മീനില്ല. 1.5 മാസം കൊണ്ട് മീനില്ല. ഓക്കെ. അപ്പൊ നമുക്കത് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കുറെ സ്കൂട്ടർ ആണെങ്കിൽ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ വണ്ടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മീനുണ്ടോ നോക്കാം. മീനില്ല, കവർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതാ ഇങ്ങോട്ട് നോക്കുന്ന സമയത്തും ഇതിൻ്റെ അകത്ത് ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ പെട്ടികളും ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ കുറേ പേര് നിൽപ്പുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പരിതാപകരമാണ്. മീനില്ലാത്തതാണ്, മീൻ എടുക്കാൻ പോകാത്തതാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസിൽ കാണാറില്ലേ? കടലിന്റെ അവസ്ഥ മനസ്സിലാക്കി നമുക്കിപ്പം മത്സ്യബന്ധനം പാടില്ല എന്ന് സർക്കാരിന്റെ ഓർഡർ ഉണ്ട്. അത് മാത്രമല്ല 2 കപ്പൽ മുങ്ങിയത് കാരണം അതിന്റെ ഒരു വിഷയവും നമ്മുടെ കടപ്പുറ മേഖലകളിലുണ്ട്. മീന് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മീനില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീന് കൊണ്ടുപോയിട്ടും കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് കൂടുതലുള്ളത്. അതിലൊരു 20% പേർക്ക് മീൻ ആവശ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ തൽക്കാലം മീൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്താണ് അവസ്ഥ? എന്താണ് ഇക്ക ഭയങ്കര തിരക്കായിട്ട് നിൽക്കുകയാണ്. ശൈലിയാകട്ടെ ചോദിക്കാം. ശൈലിയാക എന്താണ് സാധാരണ എപ്പോ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മീൻ വിൽക്കാറുണ്ടല്ലോ, ഇപ്പൊ എന്താണ് അവസ്ഥ? കുമരിച്ചന്തയിൽ എപ്പോഴും മീൻ വിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ മീനില്ല. കേരള തീരദേശത്ത് മൊത്തത്തിൽ മീനില്ല. മീന് വന്നു കഴിഞ്ഞാൽ എല്ലാരും പറയും മീന് മലിഞ്ഞു കിടക്കണം എന്ന് പറയും. മീനില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കണ്ടേ? മീനുള്ള അവസ്ഥയിലും ജീവിക്കണം, മീനില്ലാത്ത അവസ്ഥയിലും നമുക്ക് ജീവിക്കണം. അതാണ് ഓരോ സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതുകൊണ്ടുള്ള ഉപജീവന മാർഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? സർക്കാരിന്റെ വക എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സർക്കാർ ഇവിടെ ആർക്ക് എന്ത് ചെയ്യാം? പെൻഷൻ പോലും കൊടുക്കത്തില്ല. പിന്നെ സർക്കാർ പെൻഷൻ പോലും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശൈലിയൊക്കെ എന്താണ് പറയാനുള്ളത്? എന്താണ് അവസ്ഥ? എന്താണ് ഓക്കെ. ഇപ്പൊ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? മാമക്ക് എന്താണ് പറയാനുള്ളത്? കച്ചവടം ചെയ്തിട്ട് 3 ആഴ്ചയാണ്. കച്ചവടം മീനില്ല. ഉള്ള മീനിന് ഭയങ്കര വില കൊടുത്ത് നമ്മൾ എടുത്തോണ്ട് പോയാൽ റൂട്ടിൽ ആർക്കും വേണ്ട. ഇപ്പൊ ഈ കപ്പൽ നടന്ന ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മീൻ സെയിൽ പൊതുവെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. എങ്ങനെ ഈ നമ്മളെ പൂന്തറ പുത്തമ്പള്ളി മാണിക്യംളാകം ആ ഒരു ഏരിയയിലൊക്കെ എങ്ങനെയാണ് പൊതുവെ ആൾക്കാർ പൊതുവെ ആൾക്കാരെങ്ങനെ മീൻ വാങ്ങിക്കാറുണ്ടായിരുന്നോ ഇതിന്റെ ഒരാഴ്ച മുമ്പൊക്കെ? ചില ആൾക്കാർക്ക് മീൻ വാങ്ങുന്നില്ല. വിഷം ചേർന്നിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കുകയാണ്. എല്ലാ ദിവസവും കഴിക്കാൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. മീൻ കഴിക്കാൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേര് ഇവിടെ നിൽപ്പുണ്ട്. ബാക്കി കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ട്. അവരോടും കൂടെ ചോദിക്കാം. ഓക്കെ. എന്താണ് അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ്? ഇല്ല, ഇവിടെ ഇഷ്ടംപോലെ പേര് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആരും ക്യാമറ നോക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മടിക്കുന്നുണ്ട്.
എന്താ പറഞ്ഞോ? 100 രൂപ ഡെയിലി പെട്രോളിന് അടിക്കാൻ നമ്മൾ അടിക്കാനും കൂടെ നിവർത്തിയില്ല. ഞാൻ മീനെടുക്കാൻ പോകാൻ വേണ്ടി മീനെടുക്കാൻ ഡെയിലി വെറുതെ വരെയാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയത്താണെങ്കിൽ എങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പിള്ളേരുടെ പഠിത്തമൊക്കെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഥവാ കുറച്ച് മീന് കിട്ടിയിരുന്നാൽ പോലും ചില മാധ്യമ പ്രവർത്തകര് ഈ മീനെ കഴിച്ചുകൂടാ എന്നുള്ള ഒരു കള്ള പ്രചരണം നടത്തുന്ന കാരണം ഒരുപാട് ആൾക്കാർ മീന് വാങ്ങിക്കാൻ മടിക്കുന്നു. അതായത് തന്നെ ഈ പ്രശ്നം, ഈ കപ്പലിന്റെ പ്രശ്നം, ഈ കടലില് ലോകത്തുള്ള കംപ്ലീറ്റ് വേസ്റ്റ് വീഴുന്നത് കടലിലാണ്. അങ്ങനെയാണെങ്കിൽ ആരും മീന് കഴിക്കാനേ പാടില്ല എന്നുള്ളൊരവസ്ഥയിൽ പറയേണ്ടി വരും. അല്ല, ഇപ്പൊ നമ്മുടെ ഈ പോർട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ 2ാമത്തെ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ പോർട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആവും, ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും എന്തായിരിക്കും? മാറി വരും, ഇപ്പോഴത്തെ അവസ്ഥ മാറി വരും എന്നുള്ള പ്രതീക്ഷിക്കാം.